നമ്മൾ ദൈവത്തെക്കുറിച്ച് നിന്ദയെടുക്കുമ്പോൾ ദൈവത്തിന്റെ നാമത്തെക്കുറിച്ച്, നാമം എന്ന് പറഞ്ഞ വ്യക്തി തന്നെ നമ്മൾ കണ്ടു കഴിഞ്ഞല്ലോ. അപ്പൊ ദൈവം എന്ന വ്യക്തിയെക്കുറിച്ച് നിന്ന നമ്മുടെ ഉള്ളിലുണ്ടാകുമ്പോൾ നമുക്കാണ് നഷ്ടം. ദൈവത്തിന് ഒരു പോരായ്മ ഒരിക്കലും വരുന്നത് ആരെക്കൊണ്ട് പറ്റത്തില്ല. ദൈവം സമ്പൂർണനാണ്, പൂർണ്ണനാണ്. അപ്പൊ ദൈവത്തിന് നാം വൃഥ ഉപയോഗിക്കുന്ന വ്യക്തിക്ക് നിരവധിയായ രീതിയിൽ ആ വ്യക്തി ലൈഫിലേക്ക് ദൈവസാന്നിധ്യവും ദൈവസഹായം കടന്നു വരാൻ വേണ്ടി ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത് അറിഞ്ഞു പോകും. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശ്വരേറ്റ സ്നേഹിക്കപ്പെട്ട സഹോദരരെ, നിങ്ങൾ ഇപ്രകാരം പ്രാർത്ഥിക്കുമെന്നുള്ള പൊതുശീർഷകത്തില് കർത്തൃ പ്രാർത്ഥനയെ കുറിച്ചുള്ള തിരുവചന വിചിന്തനങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. അതിന്റെ 24-ാമത്തെ സെഷനിലേക്ക് ഈശോയുടെ നാമത്തിൽ ഹൃദ്യമായ സ്വാഗതം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങയുടെ നാമം പൂജിതമാകണമേ എന്നുള്ള കർത്തൃ പ്രാർത്ഥനയിലെ 1-ാമത്തെ യാചനയെ കുറിച്ച് നമ്മൾ ചിന്തിക്കുകയായിരുന്നല്ലോ. 3 കാര്യം ശ്രദ്ധിക്കണം. നമ്മൾ സൂചിപ്പിച്ചു നാമം എന്ത് സൂചിപ്പിക്കും, നമ്മൾ കഴിഞ്ഞ സെഷൻ കാണുകയുണ്ടായി. പൂജിതം ആയി മാറുക, അത് ആകുന്നത് എവിടെയാണ്, 3-ാമത്തെ കാര്യം. കഴിഞ്ഞ സെഷന്റെ അവസാനം നമ്മൾ ശ്രദ്ധിക്കുകയുണ്ടായി. ചിലപ്പോൾ നമ്മുടെ ഉള്ളിൽ തന്നെ ചിന്ത വരാം, എന്തുകൊണ്ടാണ് ദൈവം തന്റെ നാമത്തെ ബഹുമാന്യമായി, പൂജിതമായി, ആദരണീയവും ആരാധ്യവുമായി നമ്മൾ കരുതണമെന്ന് നിഷ്കർഷിക്കുന്നത്? 2-ാമത്തെ പ്രമാണം തന്നെ അതാണ്. നമ്മൾ സൂചിപ്പിച്ചു, ദൈവത്തിന്റെ തിരുനാമം വൃഥ ഉപയോഗിക്കരുത്. വൃഥ ഉപയോഗിച്ചാൽ ആ ദൈവത്തിന്റെ നാമത്തിന് നിന്ദയുണ്ടാകും. അങ്ങനെ നിന്ദ ഒരാൾ കൊടുത്താൽ ദൈവത്തിന് എന്തെങ്കിലും പോരായ്മ വരുന്നുണ്ടോ? ദൈവത്തിന് എന്തെങ്കിലും ചോർച്ച വരുമോ? ദൈവത്തിന് എന്തെങ്കിലും ഇഷ്ടക്കേട് വരുന്നുണ്ടോ? എന്താ അതിന്റെ കുഴപ്പം? ചിന്തിക്കുമ്പോൾ ദൈവത്തിന് ഒരു പോരായ്മ വരുത്താൻ ആരെ കൊണ്ടും പറ്റും. ദൈവം പൂർണ്ണനാണ്, സമ്പൂർണനാണ്. സീറോ മലബാർ സഭയുടെ സപ്രാർത്ഥന ആരംഭിക്കുന്നിടത്ത് എല്ലാ സൃഷ്ടികളുടെയും കാരണബോധനും എന്നാൽ സൃഷ്ടികളുടെ സേവനം ആവശ്യമില്ലാത്തവനുമായ ദൈവമേ എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്ന നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. നമ്മുടെ സേവനമോ സ്തുതിയോ വണക്കമോ ആരാധനയോ ഒന്നും ദൈവത്തിന് ദൈവമായിട്ടായിരിക്കുന്നതിന് ആവശ്യമില്ല. പിന്നെ എന്തിനാ നമ്മളോട് ഇങ്ങനെ സ്തുതിക്കാനും ആരാധിക്കാനും മഹത്വപ്പെടുത്താനും പറയുന്നത്? വാസ്തവത്തിൽ അത് നമുക്ക് വേണ്ടിയിട്ടാണ്. ഇപ്പൊ കർത്തൃപ്രാർത്ഥന സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥന പഠിപ്പിച്ചുകൊണ്ട് ഇപ്രകാരം നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഈശോ ആരംഭിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒന്നാമതായിട്ട് നമ്മൾ ആഗ്രഹിക്കേണ്ടത്, അഭിലഷിക്കേണ്ടത് ദൈവത്തിന്റെ നാമത്തിന് ബഹുമാനം കൊടുക്കണം, ആദരവ് കൊടുക്കണം, സ്തുതി കൊടുക്കണം, പൂജിതമാകണം. ഈ കർത്തൃപ്രാർത്ഥന നമുക്ക് വേണ്ടിയുള്ളതാണ്. നമ്മൾ കണ്ടു കഴിഞ്ഞ് നമ്മളെ സ്വർഗീയരാക്കി മാറ്റാൻ വേണ്ടി നമുക്ക് വേണ്ടി തന്നിരിക്കുന്ന പ്രാർത്ഥന ശൈലി, അതിനകത്ത് ദൈവത്തിന്റെ നാമത്തിന് സംഭവിച്ചത് ആദരവ് കൊടുക്കണം എന്ന് പറയുമ്പോൾ നമുക്ക് വേണ്ടി ആകാനാ സാധ്യത. ഇതെങ്ങനെ നമുക്ക് വേണ്ടി ആയി തീരുന്നത്? ദൈവത്തിന് നമ്മൾ ബഹുമാനം ആരാധന കൊടുക്കുമ്പോൾ. ഒരു ഉദാഹരണം പറയട്ടെ. ഒരു നാട്ടില് ഒരു നല്ലൊരു ആശുപത്രി, അവിടെ വളരെ പ്രഗത്ഭനായ ഒരു ഡോക്ടറാണെന്ന് വിചാരിക്കുക. ഉദാഹരണത്തിന് ഒരു അസ്ഥിരോഗ വിദഗ്ധൻ, നല്ല സമർത്ഥൻ. പക്ഷെ എങ്ങനെയോ ഈ ആശുപത്രിയുടെ ശത്രുക്കൾ, അല്ലെങ്കിൽ ഡോക്ടറോട് വിദ്വേഷമുള്ളവര്, അല്ലെങ്കിൽ ഈ ആശുപത്രി തകർക്കാനായിട്ട് ആഗ്രഹിച്ച് നോക്കി നടക്കുന്ന വ്യക്തികൾ ഈ ഡോക്ടറെ കുറിച്ച് ഈ ആശുപത്രി ഇരിക്കുന്ന ആ പ്രദേശത്തെ എല്ലാ ആൾക്കാരുടെ പക്കല് തെറ്റായ വിവരങ്ങൾ കൊടുക്കുകയാണ്. ഈ ഡോക്ടർ അമിതമായിട്ട് മരുന്ന് കൊടുക്കുന്നയാളാണ്, ഒരു ചികിത്സ ആവശ്യമില്ലാത്തടത്ത് ചികിത്സ കൊണ്ട് നിർദ്ദേശിച്ച് ഓപ്പറേഷൻ ചെയ്യിക്കുന്ന വ്യക്തിയാണ്. അങ്ങനെ എന്തൊക്കെയോ അങ്ങനെ ഒരു ഇംപ്രഷൻ ആ നാട്ടിലെ ആൾക്കാർക്കെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ വിചാരിക്കുക, ആ നാട്ടിൽ ഒരാൾ ആശുപത്രി അടുത്തുള്ള വീട്ടിൽ ഒരാള് മരുന്ന് മറ്റോ വീണിട്ട് അസ്ഥി ഒടിഞ്ഞു, ഒരു ഓർത്തോപീഡിയൻ ഡോക്ടറുടെ അത്യാവശ്യ സേവനം ആവശ്യമുണ്ട്. ഇന്ന് ഈ ആശുപത്രിയിൽ പോയാലും ചിന്തിക്കുമ്പോഴേ അവിടെ ഉള്ളിൽ ഒരു ചിന്ത എന്താണ്, വേണ്ട അങ്ങേരെ അടുത്ത് പോകണ്ട, അങ്ങേര് ശരിയാവുകയില്ല, അങ്ങേര് നമ്മളെ ഇട്ട് കശാപ്പ് ചെയ്യും, അതുകൊണ്ട് അവിടെ കയറണ്ട, വേറെ എവിടെയെങ്കിലും പോകാം. അവര് ഈ ആശുപത്രിയുടെ അടുത്തുള്ളവർ പോലും ദൂരെയുള്ള ആശുപത്രിക്ക് പോകും. ഒരുപക്ഷെ ദൂരെയുള്ള ആശുപത്രി അവർ ചെന്ന് കയറും, അവിടെ കിട്ടുന്ന സേവനത്തെക്കാൾ എത്രയോ ശ്രേഷ്ഠമായ ഒന്നാന്തര സേവനമായിരിക്കും അവിടെ തൊട്ടടുത്തുള്ള ആശുപത്രി അവർക്ക് വേണ്ടി ലഭ്യമായിട്ടുള്ളത്. പക്ഷെ അത് അവരെടുക്കുന്നില്ല. എന്തുകൊണ്ട് എടുക്കാത്തത്? ഈ ആശുപത്രിയെ കുറിച്ച്, ഈ ഡോക്ടറെ കുറിച്ച് അവരുടെ ഉള്ളിൽ നിന്ദ കയറിയിട്ടുണ്ട്, ഒരു അവമതി കയറിയിട്ടുണ്ട്. അപ്പോൾ ആ ഡോക്ടറെ കുറിച്ച് അവമതി ഉണ്ടാകുമ്പോൾ, ഡോക്ടർ ആശുപത്രി ചികിത്സയുടെ മേഖല വരുമ്പോൾ നാട്ടുകാർ കയറാതെ വരുമ്പോൾ അവർക്ക് തന്നെ ക്ഷീണം വരാം, സാമ്പത്തികമായിട്ട് മറ്റു രീതിയിലൊക്കെ. എങ്കിൽ പോലും അതിനേക്കാൾ ഉപരിയായിട്ട് ഈ തൊട്ടടുത്ത ആ ചികിത്സ ആവശ്യമുള്ള അവസ്ഥയിലേക്ക് വന്ന വ്യക്തിക്ക് ലഭിക്കാമായിരുന്ന ബെസ്റ്റ് ട്രീറ്റ്മെന്റ് ഏറ്റവും ചുരുങ്ങിയ സമയം കൊണ്ട് കിട്ടാനുള്ള സാധ്യതയാണ് അവിടെ ഈ ഡോക്ടറെ കുറിച്ചുള്ള അവമതി അവിടെ ഉള്ളിൽ കയറിയപ്പം അവർക്ക് കിട്ടാതെ അടഞ്ഞു പോകുന്നത്. ഇങ്ങനൊരു വശമാണ്. ഇപ്പം നമ്മൾ ദൈവത്തെക്കുറിച്ച് നിന്ദയെടുക്കുമ്പം
ദൈവത്തിന്റെ നാമത്തെക്കുറിച്ച്, നാമം എന്ന് പറഞ്ഞ വ്യക്തി തന്നെ നമ്മൾ കണ്ടു കഴിഞ്ഞല്ലോ. അപ്പൊ ദൈവം എന്ന വ്യക്തിയെക്കുറിച്ച് നമ്മുടെ ഉള്ളിലുണ്ടാകുമ്പോൾ നമുക്കാണ് നഷ്ടം. ദൈവത്തിന് ഒരു പോരായ്മ ഒരിക്കലും വരുന്നത് ആരെക്കൊണ്ട് പറ്റത്തില്ല. ദൈവം സമ്പൂർണനാണ്, പൂർണ്ണനാണ്. യഥാർത്ഥത്തിൽ രണ്ടാം പ്രമാണത്തിന്റെ മുഴുവൻ ചൈതന്യം ഇത് തന്നെയാണ്. ദൈവത്തിന്റെ നാമം വൃഥ ഉപയോഗിക്കരുതെന്ന് പറയുമ്പോൾ നമ്മൾ സൂചിപ്പിച്ചു കഴിഞ്ഞു. ദൈവത്തിന്റെ നാമം എന്ന് പറയുമ്പോൾ ദൈവം എന്ന വ്യക്തിയെ മാത്രമല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. ദൈവമെന്ന വ്യക്തി, ദൈവത്തിന്റെ നാമം വഹിക്കുന്ന മറ്റനേക വ്യക്തികൾ ഈ ഭൂമിയിലുണ്ട്. ശുശ്രൂഷകര്, ദൈവത്തെ നിയുക്തരായിരിക്കുന്നവര്, ദൈവത്തിന്റെ നാമം വഹിക്കുന്ന അനേക സംവിധാനങ്ങളുണ്ട്, കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞ് ഓർമ്മിക്കുന്നുണ്ട്. ദൈവത്തിന്റെ ശുശ്രൂഷകരായിരിക്കുന്നവര്, ദൈവത്തിന്റെ ശുശ്രൂഷ നടക്കുന്ന വേദികള്, ദേവാലയങ്ങള്, അവിടുത്തെ തിരുകർമ്മങ്ങള്, തിരുവചനം, വിശുദ്ധമായ കാര്യങ്ങളെല്ലാം ദൈവത്തിന്റെ നാമം പല രീതിയിൽ വഹിക്കുന്നതും അവിടെ തന്നെ ദൈവത്തിന്റെ സാന്നിധ്യം അവിടെ നമുക്ക് വേണ്ടി തുറക്കപ്പെട്ട് ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നതുമാണ്. അപ്പൊ ദൈവത്തിന്റെ നാമം വൃഥ ഉപയോഗിക്കുന്ന വ്യക്തിക്ക് നിരവധിയായ രീതിയിൽ ആ വ്യക്തിയുടെ ലൈഫിലേക്ക് ദൈവസാന്നിധ്യവും ദൈവസഹായം കടന്നു വരാൻ വേണ്ടി ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത് അടഞ്ഞു പോകും. മത്തായിയുടെ സുവിശേഷം 10-ാമത്തെ അധ്യായത്തില് 41-ാമത് തിരുവചനം നമ്മൾ ഓർമ്മിക്കുന്നുണ്ടല്ലോ. പ്രവാചകനെ പ്രവാചകനായി സ്വീകരിക്കുന്നതിന് പ്രവാചകന്റെ പ്രതിഫലം ലഭിക്കും, നീതിമാനെ നീതിമാനായി സ്വീകരിക്കുന്നതിന് നീതിമാന്റെ പ്രതിഫലം ലഭിക്കും. എന്താ അതിനർത്ഥം? പ്രവാചകനെ പ്രവാചകനായി സ്വീകരിക്കുന്നവന് പ്രവാചകന്റെ പ്രതിഫലം, പ്രവാചകനെ പ്രവാചകനെ സ്വീകരിച്ചില്ലെങ്കിലോ പ്രവാചകന്റെ പ്രതിഫലം കിട്ടിയല്ല എന്നതിനർത്ഥം. മർക്കോസിന്റെ സുവിശേഷം 6-ാമത്തെ അധ്യായത്തിൽ 1 മുതൽ 6 വരെ തിരുവചനങ്ങളും അവിടെ ഈശോ സ്വന്തം നാട്ടിലെത്തുന്ന രംഗമാണ്. നസ്രത്തിലും ഈശോയോട് വരുമ്പോൾ 5-ാമത്തെ അധ്യായത്തിൽ ഈശോ വലിയ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന സംഭവങ്ങളുണ്ട്. ലഗിയോൻ ആബസിന്റെ പിശാചബാധനെ സുഖപ്പെടുത്തി ഗെരേസന്റെ നാട്ടില് യോവാനസിന്റെ പുത്രി മരിച്ച കൊച്ചിനെ ഉയർപ്പിക്കുന്നു. വലിയ സംഭവങ്ങളെല്ലാം കഴിഞ്ഞിട്ട് സ്വന്തം നാട്ടിൽ വരുമ്പം ഈ ആൾക്കാർ ഇതേപറ്റി കുറെ കേട്ടിരുന്നു. അവര് പറയുകയാണ്, ഇവൻ ഈ തച്ചന്റെ മകനല്ലേ, നമുക്കറിയാൻ മേലെ ഇവൻ ആരാ, എങ്ങനെ വളർന്നു വന്നവനാ, ഇവന്റെ വീട്ടിലുള്ള ആരൊക്കെ സഹോദരൊക്കെ കേൾക്കുമ്പോൾ അറിയാൻ മേലെ ഇവൻ എങ്ങനെ ഇത്ര വലിയ കാര്യങ്ങളൊക്കെ കിട്ടിയത്, ഇതെങ്ങനെ സംഭവിക്കാൻ പറ്റും, തച്ചന്റെ മകനല്ലേ. അങ്ങനെ പറഞ്ഞ അവനിൽ ഇടറി. അടുത്ത വാക്യം പറയാണ്, അവിടെ ഏതാനും രോഗികളുടെ മേൽ കൈകൾ വെച്ച് സൗഖ്യം കൊടുക്കാൻ അല്ലാതെ മറ്റ് കാര്യമായ അത്ഭുതം ഒന്നും പ്രവർത്തിക്കാൻ ഈശോയ്ക്ക് സാധിച്ചില്ല. ദൈവത്തിന് അസാധ്യം വല്ലതും ഉണ്ടോ? ഈശോ ദൈവമാണ്. ദൈവത്തിന് ഈശോയ്ക്ക് സാധിച്ചില്ല എന്ന് പറഞ്ഞപ്പോൾ തുറന്നെഴുതിയിരിക്കുകയാണ്. അടുത്ത വാക്യം നമ്മൾ വായിക്കുന്നത്, അവരുടെ വിശ്വാസരാഹിത്യത്തിൽ അവൻ വിസ്മയിച്ചു, ആശ്ചര്യപ്പെട്ടു. അപ്പൊ ഈശോയുടെ ശക്തി അവിടെ പ്രകടമാകാതെ പോയതിന്റെ കാരണം ഈശോയുടെ ശക്തി കെട്ടുപോയിട്ടല്ല, മറിച്ച് അവരത് എടുക്കാൻ തയ്യാറായില്ല. എങ്ങനെ എടുക്കാൻ തയ്യാറായില്ല? വിശ്വാസത്തോടെ സ്വീകരിക്കാൻ, ഈശോയെ ദൈവത്തിനായിട്ട് അംഗീകരിക്കാൻ നമുക്ക് സാധിച്ചില്ല. തൊട്ടുപുറകിൽ 5-ാമത്തെ അധ്യായത്തില് രക്തസ്രാവക്കാരി സ്ത്രീ ഈശോയെ കുറിച്ച് കേട്ടിട്ട് അവന്റെ വസ്ത്രത്തിന്റെ വിളിമ്പിലേക്ക് തൊട്ടാ മതിയെന്ന് ഉള്ളിൽ വിചാരിച്ചുകൊണ്ട് പുറകെ വന്ന് വസ്ത്രത്തിന്റെ വിളിമ്പ് തൊട്ടതേ ഉള്ളൂ, ശക്തി ഒഴുകി അവർക്ക് സൗഖ്യം കിട്ടി. കണ്ടോ? അപ്പൊ ഈശോയെ എങ്ങനെയാണോ കരുതിയത് ആ സ്ത്രീ, അതനുസരിച്ച് ഈശോയുടെ കൃപ കിട്ടി. ഈശോയെ എങ്ങനെയാണോ നസ്രത്തുകാര് കരുതി, അതനുസരിച്ച് അവർക്ക് തച്ചന്റെ മകനെ കാണുന്ന അനുഭവം ഉണ്ടായുള്ളൂ. തച്ചൻ വരുമ്പോ എന്താ ചെയ്യാൻ പറ്റുന്നത്? തച്ചന്റെ മകനാ വരുന്നത്, എന്നാ ചെയ്യാൻ പറ്റും? വല്ല സ്റ്റൂളിന്റെ കാല് ഒടിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മുറുക്കാം, അല്ലെങ്കിൽ കട്ടിലിന്റെ കാല് ഇളകിയിട്ടുണ്ടെങ്കിൽ അത് ഉറപ്പിക്കാം. ഇതൊക്കെ അല്ലാതെ തച്ചനെ കൊണ്ട് എന്നാ പണി? അതാ പണി അവർക്ക് ഇല്ലെങ്കിൽ ഈശോ വന്നിട്ട് ഒരു കാര്യവുമില്ല. ഞാൻ കൊച്ചുനാളെ കേട്ട ഒരു കഥ പറയട്ടെ, കേട്ടിട്ടുണ്ടാവും. ഒരു നാട്ടിലെ ഒരു വളരെ ദരിദ്രയായ ഒരു വിധവ സ്ത്രീ, ഒരു മകൻ പഠിച്ച് നല്ല മിടുക്കനായി നല്ല വിജയം കിട്ടി. ഒരു 19 വർഷം വരുന്ന പശ്ചാത്തലം ഓർക്കുക. അവന് അമേരിക്ക ജോലി കിട്ടി, അവൻ അമേരിക്കയിൽ പോയി. അമ്മ പറഞ്ഞു വിട്ട്, മോനെ ചെന്നിട്ട് നല്ലപോലെ സൂക്ഷിച്ച് ജീവിക്കണം, അലമ്പൊന്നും കാണിക്കരുത്, പൈസ ഒന്നും നഷ്ടപ്പെടുത്തരുത്, നമുക്ക് കടമെല്ലാം വീട്ടണം, നമുക്ക് വീട് പണിയണം, മോനെ കല്യാണം കഴിച്ച് ബാക്കിയെല്ലാം ഓർത്തക്കണം. അമ്മ എല്ലാം ചെയ്താൽ പറഞ്ഞു പോയി. മാസങ്ങൾ കഴിഞ്ഞിട്ടൊരു കത്ത് ആദ്യം വന്നു, അമ്മ യാത്ര സുഖം ഇവിടെ എത്തി, ഞാൻ ജോലി ആരംഭിച്ചു, എല്ലാം ഭംഗിയായിരിക്കും, ഞാൻ തമ്മിൽ പൈസ കഴിച്ചു തരാം. അങ്ങനെ അമ്മയ്ക്ക് കത്ത് കിട്ടി. അമ്മയെ കത്ത് തുറന്ന് പൊട്ടിച്ചു. വായിക്കാൻ അറിയത്തില്ല. ഓടി അയൽപക്കത്തിന് വീട്ടിൽ സാറുണ്ട്, അവിടെ കൊണ്ട് കാണും. സാറ് വായിച്ചു കേൾപ്പിച്ചു, വിശേഷമല്ല, സന്തോഷം. 2 മാസം കഴിഞ്ഞ് അടുത്ത കത്ത് കിട്ടി, അമ്മയെ എനിക്ക് ജോലി ശമ്പളം കിട്ടാൻ തുടങ്ങി, ഞാൻ അമ്മയ്ക്ക് പൈസ അയക്കുന്നു, അമ്മ സുഖമായിട്ടിരിക്കണം, അങ്ങനെല്ലാം പറഞ്ഞുകൊണ്ട് ഈ കത്ത് കിട്ടിയപ്പോഴും അമ്മ പൊട്ടിച്ചിട്ട് വായിക്കാൻ അറിയാൻ പറ്റില്ല. അത് വെച്ച് പടമൊക്കെ ഉണ്ടായിരുന്നു. ആ പടം അമ്മ നോക്കിയിട്ട് അവിടെ ഇട്ടു. എന്നിട്ട് അയൽപക്കത്തെ വീട്ടിൽ സാറിന് വെക്കരി കൂടി സാറിനെ കൊണ്ട് കാണിച്ച് സാറ് വായിച്ചു കേൾപ്പിച്ചു വിശേഷമൊക്കെ. ഇങ്ങനെ ഇടയ്ക്ക് 2 മാസം കൂടും കത്ത് വന്നോണ്ടിരുന്നു. അമ്മ ഇത് മുഴുവൻ സാറിനെ കൊണ്ട് വായിപ്പിക്കും. ഇങ്ങനെ തന്നെ വിശേഷങ്ങൾ. പക്ഷെ ഒരിക്കലും പൈസ കിട്ടിയില്ല.
അപ്പോൾ അമ്മ വിഷമിക്കുകയാണ്, നാട്ടുകാരും വിഷമിക്കുന്നു. അമ്മയ്ക്ക് പൈസ കൊടുത്തു, അമ്മ തന്നെ നടന്നൊക്കെ ജീവിക്കുന്നു. വിചാരിക്കും അങ്ങനെയിരിക്കും ഒരിക്കലും അമ്മയ്ക്ക് അസുഖം വന്ന് തീരെ അവശതയായി കിടപ്പായി. അപ്പൊ അയൽവക്കത്തെ സ്ത്രീകളൊക്കെ വന്ന് അമ്മയെ പെട്ടെന്ന് ഒരിക്കൽ ആശുപത്രി കൊണ്ടുപോകാൻ വേണ്ടി എടുക്കുകയാണ്. അമ്മ ഇങ്ങനെ ബോധം കെട്ട പോലെ കിടക്കുകയാണ്, അനക്കവുള്ളൂ. അപ്പോൾ ഈ സാറും വന്ന് കയറി വണ്ടിയും കൊണ്ട് വന്ന് മുറ്റത്തിട്ടിട്ട് സാറിന് അമ്മയെ വണ്ടിയെ കൊണ്ടുപോകാൻ വേണ്ടിയാണ്. അങ്ങനെ സാറി പരിക്കാത്തത് കയറി. ആദ്യമായിട്ട് വീട്ടിൽ വന്ന് കയറുന്നത് സാറ് വന്ന് വീട്ടിൽ കയറി ചുറ്റോട് നോക്കിപ്പോണ്ടല്ലോ, കണ്ണ് തള്ളി പോകും. എന്താ സാറ് നോക്കുമ്പോൾ കാണുന്ന മുറിക്കകത്തും മുഴുവൻ ഡോളർ നോട്ടുകൾ ഇങ്ങനെ ചെതറി കിടക്കുന്നു. കട്ടിലിൻ്റെ താഴെയും കട്ടിലിൻ്റെ സൈഡിലും മേശപ്പുറത്തും ഭിത്തിയിൽ ഒട്ടിച്ച് ഇതെല്ലാം കീറി ചുരുട്ടിക്കൂട്ടി പൊത്തിനകത്ത് മൂട്ട കയറാതിരിക്കാൻ കഥ കയറി പോയി എല്ലാം അടിച്ച് എല്ലാം ഇങ്ങനെ വെച്ചിരിക്കുക. എടുത്ത് നോക്കുമ്പോൾ 50-ന്റെ 100-ന്റെ ഒക്കെ ഡോളർ നോട്ടുകളാണ്. സാറ് കുറെ പെറുക്കി എടുത്തിട്ട് കണ്ണ് തള്ളിയിട്ട് ഈ അമ്മയെ വിളിച്ച് കുലുക്കി പിടിച്ചു പോവാം. ചേട്ടത്തി ഇങ്ങോട്ട് നോക്കിക്കേ, എന്നതാ മോനെ, ഇങ്ങോട്ട് നോക്കി ചേട്ടത്തി വിഷമത്തി കണ്ണു തുറന്ന് നോക്കി, ഇങ്ങോട്ട് നോക്കിയത് എന്നാ അമ്മേ, ചേട്ടത്തി എന്നെ നോക്കി. അതോ അമ്മ മോനെ, അത് പടമല്ലേ, അത് പടമല്ല. അവരിങ്ങനെ എപ്പോഴും പടം അയച്ചു തരും, എല്ലാം ഒരു കൂട്ടും പടം. അമ്മ വേണേ കുറെ എടുത്തോ, കണ്ടോ. നാട് മുഴുവൻ വാങ്ങിക്കാൻ മാത്രം പണം വീട്ടിൽ വന്ന് കിടക്കുക. പക്ഷേ സംഭവിച്ചത് എന്താ, ഡോളർ നോട്ടിനെ അമ്മ കണ്ടപ്പോൾ പടമായിട്ട് തിരിഞ്ഞുള്ളൂ. നാട്ടിൽ കണ്ടിട്ടില്ലല്ലോ, എല്ലാം ഒരുപോലത്തെ പടമാ. കണ്ടും മടുത്തു, അവിടെ ഇട്ടിരിക്കുക. ഡോളർ നോട്ടിനെ പടമായിട്ട് അമ്മ കണ്ടപ്പോൾ പടം കാണുന്ന ഉപകാരമേ ഉണ്ടായുള്ളൂ. നസ്രത്തിലെ ആൾക്കാർ ദൈവോത്തരനെ തച്ചന്റെ മകനായി കണ്ടപ്പം തച്ചൻ വരുന്ന ഉപകാരം ഉണ്ടായുള്ളൂ. രക്തസ്രാവക്കാരെ സ്ത്രീ അവന്റെ വസന്തത്തിൽ കുടുംബിൽ തൊട്ടാൽ ദൈവോത്തരൻ ആ ശക്തി നിറഞ്ഞവനാണെന്ന് കണ്ടു കരുതി തൊട്ടപ്പം ആ സൗഖ്യമുണ്ടായി. പ്രവാചകനെ സ്വീകരിക്കുന്ന പ്രവാചകന്റെ പ്രതിഫലം കിട്ടും. ഈ പശ്ചാത്തലത്തിൽ വേണം നമ്മൾ എന്തുകൊണ്ട് ദൈവത്തിന്റെ നാമത്തിന് മഹത്വം കൊടുക്കേണ്ടത്, ബഹുമാനം കൊടുക്കേണ്ടത്, ആദരവ് കൊടുക്കേണ്ടത്. ദൈവത്തെ ദൈവമായിട്ട് അംഗീകരിച്ച് ആദരിച്ച് സ്തുതിച്ച് ആരാധിച്ച് നമ്മൾ നീങ്ങുന്നിടത്താണ് ദൈവത്തിന്റെ ശക്തി സാന്നിധ്യവും നമ്മളിലേക്ക് കടന്നു വരാനായിട്ട് തുടങ്ങുക. അതുകൊണ്ട് 2 പ്രമാണം പറയും, ദൈവത്തിന്റെ നാമം വൃഥ ഉപയോഗിക്കരുത്, ആദരവോടെ സംപൂജ്യതയുടെ ആരാധനയോടെ ഉപയോഗിക്കണം. ദൈവത്തിന്റെ നാമം വഹിക്കുന്ന എല്ലാ കാര്യങ്ങളും അങ്ങനെ സമീപിക്കുമ്പോൾ അതുവഴി നമ്മളിലേക്ക് വലിയ അനുഗ്രഹം നിറയും. വിശുദ്ധ കുർബാനയും തിരുവചനത്തെയും ഒരു ദേവാലയത്തെയും ഒരു അഭിഷക്തനെയും ഒരു സമർപ്പിതയും ഒരു ദൈവ ശുശ്രൂഷകരെയും എല്ലാം ആ രീതിയിൽ സമീപിക്കുമ്പോൾ നമുക്ക് അവയിലെ ദൈവം നിറച്ചു വച്ചിരിക്കുന്ന അനുഗ്രഹങ്ങൾ നമുക്ക് സ്വന്തമാക്കാനായിട്ട് പറ്റുക. കർത്താവേ ഈശോമിശിഹായുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിന്റെ അവർണ്ണനീയമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ നിരന്തരമായ സഹവാസം സഹമുള്ള സഹോദരങ്ങളെ ഓരോരുത്തരും കൂടെ ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.